അല്ല പുറകെ നിൽക്കുന്ന ആളുടെ പേരെന്താ? എഡിറ്റ് ചെയ്യുന്ന പേര് പേരെന്താ? അനന്തുമാ. ഇവര് കണ്ടാന്നല്ലേ വിളിക്കുന്നേ? നിങ്ങൾക്ക് കണ്ടാന്ന് വിളിക്കുന്നുണ്ടായിരുന്നോ? എസ് പേരും ഇവിടെ നീ ആ സൈഡ് അല്ല, നീ ഈ സൈഡ് കേട്ടോ. അല്ല നീ ഗ്രൂപ്പ് സൈഡ്. നിന്റെ ടീമിലേക്ക് കുറച്ച് പേരെ വിളിച്ചു. ഒരു കുട്ടിയെ കൂടെ വിളിക്കും. ചേച്ചി വാ. ഇല്ല നമ്മള് ശക്ത പവർഫുൾ ആക്കും. ഓക്കെ വിളിച്ചോ, ഈ ടീമിനെ വിളിച്ചോ. വേണ്ട വിളിക്കാം. 4 പേരോട് വേണം. ജോമിൻ വരും. ആ ടീമിലേക്ക് കേട്ടോ. പിള്ളേരെ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വടം വലിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ ഈ വെയിലത്ത് നിൽക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ ടീമിലേക്ക് ഒരു 4 പേരെ കൂടെ നിങ്ങൾ പെട്ടെന്ന് വിളിക്കും. ഈ ടീമിലേക്കും 4 പേര്. 2 ടീമില് 10 പേര്. ബ്രൈഡ് ഗ്രൂപ്പ് ഒഴികെ 2 ടീമില് 10 പേര്. മിക്സ് ചെയ്ത് കളിക്കട്ടോ. ഗേൾസിനെ വിളിക്കാം, മിക്സ് ചെയ്ത് കളിക്കാം. മിക്സ് നമ്മുടെ വീഡിയോ സെഷനോട് പോകണം. ഓക്കെ, ഈ കുട്ടി വേണോ? ഭയങ്കര ഷോക്കാട്ടോ. പീറ്റർ ആരെ? പീറ്റർ പീറ്റർ അതായത് നിങ്ങൾ കയ്യിരിക്കുന്ന വളരെ ടൈറ്റ് ചെയ്യുക. വലിക്കാനല്ല പറഞ്ഞേ, ജസ്റ്റ് ടൈറ്റ് ചെയ്ത് മാത്രം പിടിക്കാം. നമ്മള് തൂക്കി നിങ്ങളുടെ ടീമിക്ക് അറിയുന്നിട്ട് ഞാൻ തോറ്റുപോയി. എടാ അവര് 12 പേരുണ്ടായിരുന്നു. 12 പേര് അവര് കുറെ പേരുണ്ട്. തോറ്റ് കഴിയുമ്പോ സ്റ്റാൻഡ് പറയണ 150 ന്യായങ്ങൾ എടുത്തു പുസ്തകമില്ല. റൂം സൈഡിൽ 12 വേണം. ഞങ്ങൾ പക്ഷേ 10 പേരുണ്ടായിരുന്നുള്ളൂ. പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തുടങ്ങും മുമ്പ് തന്നെ അവർ വലിച്ചു തുടങ്ങി. അപ്പൊ നമുക്ക് അതിനുള്ള ഗ്യാപ്പ് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ നോർമലി പടം വലി 3 റൗണ്ട് ഉണ്ടാവും. പക്ഷെ ഒരു റൗണ്ട് തന്നെ ഉള്ള തീർത്ത്. ഇത് സംഘാടക സമിതിയുടെ അനാസ്ഥയാണ്. സംഘാടക സമിതിയുടെ അനാസ്ഥയാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം പടംവലി എന്ന് പറഞ്ഞാൽ 3 റൗണ്ടാണ്. 3 റൗണ്ട് വലിച്ചില്ല എന്നുള്ള കാര്യം. പിന്നെ എതിർ സൈഡിൽ 12 പെണ്ണം നമ്മൾ 10 പേരുണ്ടാവും. ഇത്തിരി മുടങ്ങുന്നതിന് മുമ്പ് അവർ വലിച്ചു തുടങ്ങി. ഇത്തരം കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അവർ കോഴ മേടിച്ചിട്ടുണ്ടാവും എന്നാണ് എന്റെ ഒരു. നിങ്ങളുടെ ടീമിൽ ആളെണ്ണം കുറവായിരുന്നു. അവരുടെ ടീമിൽ എത്ര പേരുണ്ടാവും? 12 പേര്. ഞങ്ങളുടെ ടീം 10 പേരുണ്ടായിരുന്നു. അവരുടെ ടീമിലുള്ള ആൾക്കാരുടെ വീഡിയോ കോഴയാണെന്നുള്ളതാണ് എന്റെ ഒരു വ്യക്തമായ നിഗമനം.
വടംവലി